രാഹുൽ ജയനാഥുണ്ട് വീട്ടിൽ നിന്ന്. രാഹുൽ, ഹൃദയഭേദകമായ രംഗങ്ങളാണ്, ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണിക്കാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. അത്രമേൽ എല്ലാവരുടെയും വേദനയാണ് മിഥുൻ. അവിടുത്തെ അന്തരീക്ഷം, ആ അന്തരീക്ഷത്തെ എങ്ങനെ അതിജീവിക്കാനാകും? സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്? തീർച്ചയായും ഈ കാഴ്ചകൾക്കപ്പുറത്തേക്ക് വാക്കുകളിൽ എന്താണ് പറയാൻ കഴിയുക എന്നുള്ള വലിയ ആശങ്കയിലാണ് വ്യക്തിപരമായി ഞാൻ. കാരണം എല്ലാ മനുഷ്യരും നെഞ്ചുപൊട്ടി ഈ വിലാപയാത്ര കടന്നു വന്ന ഘട്ടത്തിൽ നെഞ്ചുപൊട്ടി അവസാനമായി മുൻപ് വിളിച്ചതുപോലെ മിഥുനെ എന്ന് വിളിക്കുകയാണ്, മോനെ എന്ന് വിളിക്കുകയാണ്. ആ വിളി കേൾക്കുമ്പോൾ ഒറ്റ വിളിയിൽ അവർ വിളിച്ചിടത്തേക്ക് ഓടിയെത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന, ചിരിക്കുന്ന, സംസാരിക്കുന്ന മിഥുന് വേണ്ടിയിട്ട് വീണ്ടും വിളിക്കുകയാണ്. ഈ ഒരു അവസ്ഥ, സങ്കടം, ഒരു വല്ലാത്ത അന്തരീക്ഷം അതിങ്ങനെ തളങ്കിട്ട് നിൽക്കുകയാണ് ഈ വീടിൻ്റെ പരിസരത്താകെ. കാരണം കടന്നു വരുന്ന മനുഷ്യരൊക്കെ കണ്ണ് നിറച്ചുകൊണ്ടാണ് വരുന്നത്. അവരെ സംബന്ധിച്ച് മിഥുൻ എന്ന് പറഞ്ഞാൽ വലിയ ഓർമ്മയാണ്. ഈ നാടുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മിഥുൻ ഈ സ്വാധീനം ഉണ്ടാക്കിയത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി അവരെല്ലാം ചൂണ്ടിക്കാട്ടിയത്. കാരണം അവനോട് ഒരാവശ്യം പറഞ്ഞാൽ അത് മറ്റ് കാര്യങ്ങൾക്ക് മുൻപ് അതിന് പരിഗണന നൽകി അവർക്കത് ചെയ്തു കൊടുത്ത് അവരുടെ മറുപടിക്കായും അവരുടെ പുഞ്ചിരിക്കായും ആ പുഞ്ചിരിയൊക്കെ സ്നേഹിച്ചിരുന്നയാളാണ്. അതായത് എന്താവശ്യത്തിനും എനിക്ക് വിളിക്കാൻ കഴിയുന്നൊരു ചേട്ടനാണെന്ന് തൊട്ട് മുൻപ് നമ്മോട് സംസാരിച്ചൊരു പയ്യൻ പറയുമ്പോൾ 8ാം ക്ലാസ്സുകാരൻ ഈ നാട്ടിലെ ആ കൊച്ചുകുട്ടികൾക്കിടയിൽ എത്രമാത്രം വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ്. കാരണം ഇന്നലെ അനിയൻ പറയുമ്പോഴും അനിയനെ ആ മൂല്യം പകർന്നു കൊടുക്കുമ്പോഴും അനിയൻ എത്രമാത്രം ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ ശ്രമിക്കുന്നു എന്നതിൻ്റെ വലിയ തെളിവ് നമുക്ക് ആ വാക്കുകളിൽ നിന്നെല്ലാം കാണാം. ഇന്ന് ആ വിമാനത്താവളത്തിൽ നിന്ന് അമ്മ ഇറങ്ങി വന്നതിന് ശേഷം കാറിലേക്ക് പ്രവേശിക്കുമ്പോൾ അനിയൻ സുജിൻ അമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അമ്മ കരയുമ്പോൾ സ്വാഭാവികമായി മകൻ ചേർത്ത് പിടിക്കും. പക്ഷേ ഇന്നലെ സംസാരിച്ച സുജിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ചേട്ടൻ പറഞ്ഞിരുന്നു ചേട്ടൻ്റെ കുടുംബം നന്നായി നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ വാക്ക് തന്നെയാണ് ആ കേട്ടുനിന്ന ആളുകളുടെ മനസ്സിലേക്ക് തറഞ്ഞത്. കാരണം ജീവിതം എന്താണ്, നമ്മുടെ അമ്മ എന്തിനാണ് പുറത്തുപോയി ജോലി ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്, നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം, നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യം വേണ്ടേ എന്ന തരത്തിലേക്ക് അനിയനെ പറഞ്ഞു പഠിപ്പിക്കുകയും അവർ പരസ്പരം, അത് അനിയനെന്ന് മാത്രമല്ല ഫുട്ബോളിനുള്ള ഇഷ്ടം, ഫുട്ബോളിനോട് ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ആ ഫുട്ബോൾ എന്ന് പറയുന്ന ആ കായിക വിനോദത്തോടുള്ള ഇഷ്ടം അത് ഈ കുട്ടികൾക്ക് നൽകിയതും ആ പ്രചോദനമായതുമൊക്കെ മിഥുനാണ്. ഇന്ന് ആ പയ്യൻ പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസമാണ് മിഥുൻ ചേട്ടന് അവിടേക്ക് സെലക്ഷൻ കിട്ടിയത്. സെലക്ഷൻ കിട്ടിയതിന് പിന്നാലെ ഞങ്ങൾക്കും സ്കൂളിലും ഒക്കെ മുട്ടായി തന്നിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എന്താണ് നേട്ടങ്ങൾ, ആ നേട്ടത്തിൻ്റെ മധുരം എന്താണ്, ആ നേട്ടത്തിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് എത്താൻ കഴിയുക, എങ്ങനെയാണ് നമ്മൾ ചുറ്റുപാടുമുള്ള മനുഷ്യരെ നോക്കിക്കാണേണ്ടത് എന്ന ഒരു പാഠപുസ്തകമായിരുന്നു മിഥുൻ എന്നാണ് ഓരോ മനുഷ്യരെ കണ്ടു മടങ്ങുമ്പോഴും അവർ പറയുന്ന വാക്കുകൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇനിയുമേറെ ഇവർക്ക് പറയാനുണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിൽ ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയാണെന്ന് തിരിച്ചറിവിൽ പലരും അവരുടെ സംസാരം, വാക്കുകൾ മുഴുവിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അവർ എത്തുന്നത് ഈ അച്ഛനെയും അമ്മയെയും അച്ഛമ്മയും ഒക്കെ ചേർത്ത് പിടിച്ച് അവർക്കൊപ്പം ഇരുന്ന് ആ സാന്നിധ്യം ഒരു ആശ്വാസമാവുമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് കരുതി വന്നവർ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഒപ്പം മിഥുൻ എന്ന ഓർമ്മ, അത് ഓർമ്മയായി തന്നെ നിൽക്കുമ്പോൾ അവസാനമായി കാണാതെ വേറെ വഴിയില്ലല്ലോ, കണ്ടു തന്നെ മടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഒഴുകിയെത്തുന്ന ഈ ജനാവലി, അതിൽ രാവിലെ മുതൽ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ പല പല ചിത്രങ്ങൾ വരുന്നു. പട്ടട സ്കൂളിൽ നിന്ന് സിസ്റ്റർമാർ, അവരെ പഠിപ്പിച്ച സിസ്റ്റർമാർ എത്തുമ്പോൾ അവരും വിതുമ്പുന്നുണ്ട്. കാരണം എത്ര മിടുക്കനായി പുതിയ കാര്യങ്ങൾ, പാഠ്യേതര കാര്യങ്ങൾ പറയുമ്പോൾ ആ ചെറിയ കൈപൊക്കി ഞാൻ ചെയ്യാം ടീച്ചറെ എന്ന് പറഞ്ഞ് മിഥുൻ വന്നതിൻ്റെ പേരിൽ പ്രചോദിതരായി പിന്നാലെ വരുന്ന കുട്ടികളെ കണ്ട ടീച്ചർമാരാണ്. അവൻ എത്രമാത്രം രസമായാണ് കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, എത്രമാത്രം ബോധ്യത്തോടു കൂടിയാണ് പുതിയ സ്കൂൾ തിരഞ്ഞെടുത്തത്. അവൻ മുന്നോട്ട് പോയാൽ അവൻ വിദ്യാർത്ഥി സമ്പത്തിൽ ഓർക്കാൻ കഴിയുന്ന നല്ലൊരു വിദ്യാർത്ഥിയായി മാറും, ഓർക്കാൻ കഴിയുന്ന നല്ലൊരു മകനായി മാറും എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന അവരിലേക്കാണ്, അത്തരം മനുഷ്യരിലേക്കാണ് ഒരു അഗാധമായി ഒരു അപകടം ആ ജീവൻ കവർന്നെടുക്കുന്നത്. ആ അപകടം എങ്ങനെയുണ്ടായി എന്നുള്ള ചോദ്യമാണ് പിന്നീട് ഈ മനുഷ്യർ ഉന്നയിക്കുന്നത്. ഇതിനൊക്കെ എവിടെയാണ് പരിധിയുള്ളത്? നോക്കൂ, കൂടെയുള്ളവൻ്റെ ചെരുപ്പ് നഷ്ടപ്പെട്ടപ്പോൾ അത് ഞാനെടുത്തു തരാം, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു കയറാൻ കാണിച്ചത് പരിധിയില്ലാത്ത
ആ മനസ്സിൻ്റെ തെളിവാണ്. ഇവിടെ ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം എത്രയെത്ര ന്യായീകരണങ്ങൾ കണ്ടു, എത്രയെത്ര വഴിചാരൽ കണ്ടു. എന്നാൽ ഈ പരിധികൾ മറന്ന് ഇതൊരു വലിയ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ് സംവിധാനങ്ങൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ മിഥുൻ ബാക്കിയുള്ളവരോട് പെരുമാറുന്നത് പോലെ ഒരു പരിധിയുമില്ലാതെ, പരിചയത്തിൻ്റെ പരിധികളില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, കർമ്മമണ്ഡലത്തിൽ എല്ലാവരെയും ചേർത്തണയ്ക്കാൻ ശ്രമിക്കുന്ന മിഥുൻ്റെ മനോഭാവത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഈ കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ആരാണ്, എങ്ങനെയാണ് പരിധികൾ നിശ്ചയിക്കേണ്ടത്? ചുറ്റുമുള്ള മനുഷ്യനോട് സ്നേഹത്തോടെ പെരുമാറുന്നതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം? അതല്ലേ ഏറ്റവും അടിസ്ഥാനപരമായ മനുഷ്യത്വം എന്നാണ് മിഥുൻ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ മനുഷ്യത്വം കാട്ടാതെ, അങ്ങനെ ഉത്തരവാദിത്തം കാട്ടാത്ത ഒരവസ്ഥയിലേക്ക് ചെന്ന് വീണത് ഒരു നാടാകെ മാതൃകയാക്കാൻ ആഗ്രഹിച്ചിരുന്ന, ഏറെ മുന്നോട്ട് പോകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്ന, മിഥുൻ ചേട്ടൻ്റെ കൂടെ പോയാൽ കുഴപ്പമില്ല, പേടിക്കേണ്ട എന്ന് പറഞ്ഞിരുന്ന കുറേയധികം മനുഷ്യരുടെ മുകളിലേക്കാണ് ആ നഷ്ടം വന്ന് വീണിരിക്കുന്നത്. ഇതുവരെ എങ്ങനെ ക്ഷമിക്കും എന്നുള്ളതാണ്, എങ്ങനെ സഹിക്കും എന്നുള്ളതാണ്. 2 ദിവസമായി അവർ കാത്തിരിക്കുകയാണ്. ആ അമ്മയെ എങ്ങനെ സാന്ത്വനിപ്പിക്കുമെന്ന് ആലോചിച്ച്. അപകടം പറഞ്ഞ ഘട്ടം മുതൽ അലമുറയിട്ട് കരയുന്ന അച്ചാമ്മയോട് ഏത് വാക്ക് പറഞ്ഞാൽ അച്ചാമ്മ ശാന്തമായിരിക്കും, അല്പം ഭക്ഷണം കഴിക്കും എന്ന ചിന്തയായിരുന്നു അവർക്കെല്ലാം. ഇതിലൊന്നും അവർ വിജയിച്ചില്ല. വന്നവരെല്ലാം നിസ്സഹായരായി, ഒരു വാക്കും തങ്ങൾക്ക് പറയാനാകുന്നില്ലല്ലോ എന്ന മനോഭാവത്തോടു കൂടിയാണ് മടങ്ങിപ്പോയത്. ഏറ്റവും പ്രധാനമായി അവൻ ബാക്കി വെച്ച വാക്കുകളും പ്രവൃത്തികളും തന്നെയാണ് എല്ലാവരും ഓർമ്മിക്കുന്നത്. 13 വയസ്സ്, ഇനിയുമേറെ ജീവിക്കാനുള്ള കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോഴും 13 വയസ്സുകാരൻ്റെ മുകളിലുണ്ടായിരുന്ന പ്രതീക്ഷകൾ വലുതായിരുന്നു. കാരണം മുന്നോട്ട് പോകുമ്പോൾ അവന് വലിയ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇന്നലെ അനിയൻ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, അനിയൻ 6ാം ക്ലാസ്സിലാണ്, 7 കഴിഞ്ഞാൽ ഇനി ഒരു ഹൈസ്കൂളിലേക്ക് പോകണം. ചേട്ടൻ പഠിച്ച സ്കൂളിൽ പോകാനായിരുന്നു സ്വാഭാവികമായും ഇഷ്ടം. മുൻപും അവർ ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഇനി എന്നെ ആ സ്കൂളിലേക്ക് ഇവർ വിടുമോ എന്നെനിക്കറിയില്ല എന്ന് പറയുന്ന വലിയ ആശങ്കയിലേക്ക്, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വഴിയിലേക്ക് സ്വയം തിരഞ്ഞെടുത്ത്, NCC ഉണ്ടെന്ന് തിരഞ്ഞെടുത്ത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വഴിയിലേക്ക് പോയ ഒരു വിദ്യാർത്ഥി, അത് കണ്ട് പിന്നാലെ പോകാനിരുന്ന അവൻ്റെ അനിയൻ, അതുപോലെയുള്ള അവരുടെ സ്നേഹിതർ, കൂട്ടുകാർ, അവർക്കൊക്കെ ഒരു ആശങ്കയാണ് സമ്മാനിക്കുന്നത്. നോക്കൂ, ആ സ്കൂളിലേക്ക് ഇനി എങ്ങനെ പോകും എന്നുൾപ്പെടെയുള്ള ചിന്തയിലേക്ക് പോലും കാര്യങ്ങൾ വരുന്നു, ആ പേടിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊട്ടിപ്പുറത്തെ വീട്ടിൽ സംസാരിച്ചപ്പോൾ അവർക്കും അന്യനല്ല മിഥുൻ. കാരണം മക്കളെല്ലാം കല്യാണം കഴിച്ചു പോയി. ഒരു മരുന്ന് വാങ്ങണമെങ്കിലോ, ഒരാവശ്യം പറയണമെങ്കിലോ, ഒരു സാധനമെടുത്ത് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവയ്ക്കണമെങ്കിലോ മിഥുനെ എന്ന് വിളിച്ചാൽ എന്തോ എന്ന് വിളി കേൾക്കാൻ അപ്പുറത്തൊരാളുണ്ടായിരുന്നു തിരിച്ചറിവിലാണ് ആ വൃദ്ധരായ ദമ്പതികൾ തൊട്ട് മുന്നിൽ കാണുന്ന വീട്ടിൽ ജീവിച്ചിരുന്നത്. അവർക്കും പറയാൻ വാക്കുകളില്ല. ആ മനുഷ്യൻ കണ്ണോപ്പറേഷന് പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. എനിക്ക് ഒരു നോക്കി കാണാൻ കഴിഞ്ഞില്ലല്ലോ. അവൻ സ്കൂളിലേക്ക് പോകുമ്പോൾ എപ്പോഴും കൈ ഉയർത്തിക്കാട്ടി, കൈ വീശിക്കാട്ടിയാണ് കടന്നു പോകുന്നത്. എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിലപിക്കാൻ മാത്രമാണ് അവർക്കും കഴിയുന്നത്. എല്ലാ മനുഷ്യരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. അവധിക്കാലത്ത് കൊട്ടാരക്കരയിലെ അമ്മാമ്മയുടെ വീട്ടിലെ വേദനയ്ക്ക് അവരെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നുള്ളത് തന്നെയായിരിക്കും നാട്ടുകാരുടെയൊക്കെ പ്രശ്നം. എങ്ങനെ അവരെ അഭിമുഖീകരിക്കും, എന്തു പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും എന്നുള്ളതൊക്കെ രാഹുൽ പറഞ്ഞതുപോലെ എങ്ങനെ അവർക്കൊരു ജലപാനം ഇറങ്ങും, ഒരു ജലപാനം നടത്താനാകും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ അച്ഛമ്മയൊക്കെ തകർന്നിരിക്കുന്ന അവസ്ഥയാണ്.